നമസ്കാരം. ഇത് പാംപ്ലാനിയുടെ കുംഭസാരമോ മലക്കം മറിച്ചിലോ. ഒരു പേന നിറയെ മഷി തരൂ, ഒരു മനസ്സ് നിറയെ വിഷം തരൂ, ഏത് കൊലകമ്പനെയും താറടിച്ച് തറ പറ്റിച്ചു തരാമെന്ന് ഒരു അമേരിക്കൻ പാപ്പരസി പണ്ട് പറഞ്ഞ വാചകമാണ്. അതുപോലെ നിങ്ങൾ റബ്ബറിനൊരു 350 രൂപയാക്കി തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കേരളത്തിൽ നിന്നും ഒരു MBA തരാമെന്ന് പറഞ്ഞത് ഒരു പാതിരിയാണ്, മാർ ജോസഫ് പാംപ്ലാനി. ആരും മറക്കില്ല ആ വാക്കുകൾ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJPയോട് ഒരിക്കൽ ഒരു കടുംപിടുത്തം പിടിച്ചു വാങ്ങിയെടുക്കുവാൻ ശ്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന ജനക്ഷേമ പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞത്. റബ്ബറിന് ഒരു 350 രൂപയാക്കിയാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ ജനക്ഷേമ പരിപാടി. അന്നും ഈ പരിപാടി പാളിപ്പോയി. അന്നും പറ്റിച്ചു BJP, ഇതാ ഇപ്പോൾ വീണ്ടും പറ്റിച്ചു BJP. അതുകൊണ്ട് തന്നെ BJPക്കെതിരെ പരോക്ഷ വിമർശനവുമായിട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വീണ്ടും രംഗത്തെത്തി. മതവും രാഷ്ട്രീയവും സഖ്യം ചേരുമ്പോൾ നിഷ്കളങ്കർ ആക്രമിക്കപ്പെടുന്നുവെന്നാണ് പുതിയ വിമർശനം. മുനമ്പത്തെയും ജബൽപൂരിലെയും മണിപ്പൂരിലെയും ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ വല്ലാതെ വേദനിക്കുകയാണ് ഈ പിതാവ് എന്നുള്ളതാണ്. കൂടാതെ വഖഫ് ഭേദഗതി മുനമ്പത്ത് ഗുണം ചെയ്യില്ല എന്ന് തുറന്നടിച്ചുകൊണ്ട് നിയുക്ത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും ഈ പിതാവിനൊപ്പം കൂടെ കൂടിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്താൻ BJP RSS സംഘടനകൾ സംയുക്ത നീക്കം നടത്തുമ്പോഴാണ് തുറന്ന വിമർശനവുമായിട്ട് ബിഷപ്പുമാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കേക്കും ഷേഖ് ഹാൻഡും നൽകി ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കുവാൻ തുടർച്ചയായ പരിശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് രണ്ട് പിതാക്കന്മാർ BJPയുടെ അടിത്തറയിളക്കുന്ന വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തത് എന്നുള്ളതും. അതും ക്രൈസ്തവർ പരിപാവനമെന്ന് കരുതുന്ന ദുഃഖവെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തി ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിഷപ്പുമാർ ഇങ്ങനെ രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിട്ടും സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന കാസ മൗനിബാബയായി തുടരുന്നതാണ്. നിലവിൽ വഖഫ് ഭേദഗതിക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന കാസ ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലും ഒറീസയിലുമൊക്കെ വൈദികർക്ക് നേരെ സംഘപരിവാറും പോലീസും വളരെ മൃഗീയമായി നരനായാട്ട് നടത്തിയത് എന്നുള്ളതാണ്. ജബൽപൂരിൽ കേസെടുത്തുവെങ്കിലും കൃത്യമായ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഒറീസയിൽ പോലീസിന്റെ ആക്രമണത്തെ ന്യായീകരിച്ചാണ് BJPയും സംഘപരിവാറും രംഗത്ത് വന്നത്. അപ്പോൾ ഇതിനിടെ മറ്റൊരു കാര്യം കൂടി, ഈ ഓസ്ട്രേലിയൻ മിഷണറി ആയിട്ടുള്ള ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട മഹേന്ദ്ര ഹെംബ്രാമിനെ ജയിലിൽ നിന്നും ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നതും ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ വഖഫ് ഭേദഗതി നിയമത്തിൽ KCBCയും CBCയെയും അകമഴിഞ്ഞ പിന്തുണ നൽകിയിട്ടും മുനമ്പത്ത് വഞ്ചിക്കപ്പെട്ടു എന്ന വികാരം ക്രൈസ്തവർക്കിടയിൽ ആളിക്കത്തുകയാണ്. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലക്ഷ്യമിട്ട് തിരുവനന്തപുരം, തൃശ്ശൂർ മുനിസിപ്പാലിറ്റികളും ആലപ്പുഴ ജില്ലയിലെ ചില പഞ്ചായത്തുകളും ലക്ഷ്യമിട്ട് BJPയും RSSും നീക്കം സജീവമാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് ക്രൈസ്തവരുടെ പിന്തുണ ഇനി BJPക്ക് നേടിയെടുക്കുവാൻ ആകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടാകുന്നു. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുകയാണ് സംസ്ഥാനത്തെ BJP നേതൃത്വവും. നിലവിൽ പട്ടം ആർച്ച് ബിഷപ്പ് മാർ ക്ലിമിസും അദ്ദേഹത്തിനൊപ്പമുള്ള ചില വൈദികരുമാണ് BJP സംഘപരിവാർ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ വൈദികരിലെ പ്രമുഖർ. എന്നാൽ ലത്തീൻ സഭ സംഘപരിവാറിനെതിരെ കടുത്ത എതിർപ്പുന്നയിക്കുന്ന സാഹചര്യത്തിൽ ക്ലിമീസിന്റെ തലസ്ഥാനത്തെ പിന്തുണ കൊണ്ടൊന്നും BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാനാവില്ല എന്ന് പറയട്ടെ. ലാറ്റിൻ കത്തോലിക്കരെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരു വിഷയമാണ് മുനമ്പം. എന്നാൽ അതിൽ കയറി അഭിപ്രായം പറയുന്ന സിറോ മലബാർ സഭയുടെ മാർ ജോസഫ് പാംപ്ലാനിയെ നഖശിഖാന്തം എതിർക്കുകയാണ് ലത്തീൻ കത്തോലിക്കർ. സിറോ മലബാർ സഭയുടെ മുഖപത്രത്തിലെ മുനമ്പം വിഷയത്തിലെ കേന്ദ്ര നിലപാടിനെതിരെയുള്ള മുഖപ്രസംഗത്തെ മുതലക്കണ്ണീരൊഴുക്കി മെഴുകരുതെന്ന് പറഞ്ഞ് എതിർപ്പറിയിച്ചിരിക്കുകയാണ് ലാറ്റിൻ സഭ. ആവശ്യമില്ലാതെ പാംപ്ലാനി പിതാവും സഭയും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റബ്ബറിൻ്റെ വില 350 ആക്കിയാൽ MBA തരാമെന്ന് BJPയോട് വിടുവാക്ക് പറഞ്ഞ അതേ പാംപ്ലാനിയാണ് വീണ്ടും മുതലക്കണ്ണീരുമായിട്ട് കുതിരക്കച്ചവടത്തിന് ഇറങ്ങിയത് എന്ന് മുനമ്പത്തെ സമരം ചെയ്യുന്ന ജനത തിരിച്ചറിഞ്ഞു. ലത്തീൻ സഭയും ആ തിരിച്ചറിവിൽ സമരക്കാരോടൊപ്പം ചേരുകയും പാംപ്ലാനി അച്ഛനെ തള്ളുകയും ചെയ്തു. അവനവന് ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കാവുന്ന വർഗീയ കാർഡിറക്കി BJP കളിക്കുന്ന ഈ തെരുവ് കൂത്താട്ടത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനം, അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന പാംപ്ലാനിയെ അല്ലെങ്കിൽ പാംപ്ലാനിയെ പോലുള്ള മൊണ്ണ പിതാക്കന്മാരും ക്രൈസ്തവ സഭയും ഒന്ന് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ BJPയുടെ കുതന്ത്രങ്ങളിൽ വീണുപോകുന്നു? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും എന്തു പറഞ്ഞും അവർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു BJP. അവരുടെ താളത്തിന് തുള്ളാൻ ഈ ബിഷപ്പുമാരും മെത്രാന്മാരും പിതാക്കന്മാരും മത്സരിക്കുകയാണ് എന്ന തിരിച്ചറിവ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവർ തന്നെ ഉണ്ടാക്കിക്കൊടുത്തു. വഖഫിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം ജനത്തിനെതിരെ ക്രൈസ്തവരെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ കൊണ്ടെത്തിച്ചവരാണ് ഈ BJP സംഘപരിവാർ സംഘടനകളും പിന്നെ ഈ അഭിവന്ദ്യ പിതാക്കന്മാരും. അച്ഛന്മാരെ, നിങ്ങളൊന്ന് ആലോചിക്കൂ. RSSന്റെ മുഖപത്രം പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടില്ല എന്ന് കരുതുന്നു. ഈ ക്രിസ്ത്യാനികളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ അവർ വലിയ അപകടമാണ് എന്ന രീതിയിലാണ് മുഖപ്രസംഗം എഴുതിയിരുന്നത്. മറന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഹിന്ദു ദേവാലയങ്ങളുടെ സംരക്ഷണാവകാശം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണ്, മുസ്ലിം വിഭാഗങ്ങളുടെ വഖഫിലും. അങ്ങനെ വരുമ്പോൾ നാളെ ചർച്ച് ആക്ട് കൊണ്ടുവന്നാൽ ഈ പാംപ്ലാനി പിതാവിൻ്റെ അടക്കം നിലപാട് എന്തായിരിക്കും? ക്രൈസ്തവ സഭകളുടെ നിലപാട് എന്തായിരിക്കും? ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവ സഭകൾക്കാണ് എന്നുള്ള കണ്ടെത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ച് ബിൽ വന്നാൽ എന്താണ് ഈ അച്ഛന്മാരുടെയും ഒപ്പം തന്നെ ക്രൈസ്തവ സഭകളുടെയും നിലപാടെന്ന് പറയേണ്ടതല്ലേ? ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം ചേർന്ന് അവരുടെ അടിമകളായി ജീവിച്ചുകൊള്ളാമെന്ന് സകല ക്രിസ്ത്യാനികളെയും പാർട്ടിക്ക് തീരെഴുതി കൊടുത്ത് പഞ്ചപുച്ഛമടക്കി പരമപിതാക്കന്മാരായി പാർട്ടിക്കും അധികാരികൾക്കും പാദസേവ ചെയ്തു കൊള്ളാമെന്നും അങ്ങനെ പറഞ്ഞ് ശിഷ്ടകാലത്തെ ജീവിതത്തെ ജീവിച്ചു തീർക്കാനാണോ പദ്ധതി? അതോ നെഞ്ചുവിരിച്ചു നിന്ന് ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ഉണ്ണാക്കന്മാർക്ക് പണി കൊടുത്ത് മുന്നോട്ട് പോകാനാണോ പരിപാടി എന്ന് നിലപാട് പറയണം. അത് പറയേണ്ടതാണ്. എന്തിനാണ് പിതാക്കന്മാരും സഭയുമൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? ജാതി രാഷ്ട്രീയം കളിച്ച് എന്ത് നേട്ടമാണ് നിങ്ങൾ നേടാൻ പോകുന്നത്? ഇതുവരെ നിങ്ങൾ നേടിയതൊക്കെ എന്തായിരുന്നു? ഇനിയും ഇങ്ങനെ പാവപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളെ ഒറ്റിക്കൊടുക്കരുത്. അവരെ പാർട്ടിയുടെ അടിമകളാക്കരുത്. ആത്മീയത നടത്തേണ്ടവർ അത് നടത്തട്ടെ. സഭ സഭയുടെ കർമ്മം ചെയ്യട്ടെ. ഈ മുണ്ണകളാകുന്ന രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയം കളിക്കട്ടെ. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മാർ ജോസഫ് പാംപ്ലാനി പിതാവ് ഇപ്പോൾ നടത്തുന്ന ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന ഈ ഒരു അഭ്യാസമുണ്ടല്ലോ, ഇത് അദ്ദേഹത്തിൻ്റെ കുംഭസാരമാണോ എന്ന് ചിലപ്പോൾ സംശയിച്ചേക്കാം. ഇല്ലെങ്കിൽ മറുകണ്ഠം ചാടുവാനുള്ള പുതിയ ജാലവിദ്യയുമായിരിക്കാം. ഇതിലേതെങ്കിലും ഒന്നാകുമെന്നുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സഭയുടെ കാര്യം അല്ലെങ്കിൽ സഭ ചെയ്യേണ്ടത് സഭയുടെ കർമ്മമാണ്. അത് ചെയ്യുക. ആത്മീയത ചെയ്യേണ്ടവർ അത് ചെയ്യുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.